എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ 4 പേരുടെ മരണത്തിനിടയാക്കിയ ജർമ്മനിയിലെ ഭീകരാക്രമണം ക്രിസ്മസ് ചന്തയ്ക്കെതിരാണോ അതോ ക്രിസ്മസിന് എതിരാണോ? 2 ദിവസം മുമ്പ് ലോകത്താകമാനമുള്ള ജനങ്ങളെ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു ഭീകരാക്രമണം നടക്കുകയുണ്ടായി. അവിടെ ആയുധങ്ങളോ ബോംബുകളോ മറ്റൊന്നും നടത്താതെ ഒരു വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടറായ ജർമ്മൻ പൗരത്വമുള്ള ഒരു മനുഷ്യൻ ജർമ്മനിയിലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റി 4ഓളം പേരെ വധിക്കുകയും 50ഓളം പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും 150ഓളം പേർക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്ത ഒരു വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായത്. സൗദി അറേബ്യയിൽ നിന്നും കുടിയേറി ജർമ്മനി പ്രാർത്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഇടതുപക്ഷ തീവ്രവാദ സംഘടനയായ ആൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനി എന്ന സംഘത്തിൽ അംഗമായ തലൈവ് എന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഈ തലൈവ് എന്നുള്ള വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ആക്രമണം നടത്തുവാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും ജർമ്മൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളൊരു സൗദി അറേബ്യയിലെ ഇസ്ലാമിക വിശ്വാസിയായിരുന്നു. ഇസ്ലാമിക വിശ്വാസത്തിനിടയിൽ ഇദ്ദേഹത്തിന് ബൈബിൾ വായിക്കുവാൻ ഇടയായി എന്നും ബൈബിളിൻ്റെ കോപ്പിയടിയാണ് ഖുർആൻ എന്നും അദ്ദേഹം മനസ്സിലാക്കിയെന്നും അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഖുർആൻ മതം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച് ജർമ്മനിയിൽ കുടിയേറുകയും ജർമ്മൻ പൗരത്വം എടുക്കുകയും ചെയ്ത ഈ തലൈവ് ഒരു ഡോക്ടറാണ്, ജർമ്മനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, മാന്യതയുള്ള വ്യക്തിയാണ്, വിദ്യാസമ്പന്നനാണ്, എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനി എന്നുള്ള വലതുപക്ഷ സംഘടനയിൽ അംഗമായ ഈ വ്യക്തി എന്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് പലരിൽ നിന്നും പല അഭിപ്രായവും കേൾക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് മാർക്കറ്റിനെ ഇദ്ദേഹം ഇത്രത്തോളം വെറുക്കുവാനുള്ള കാരണം എന്താണ്? ഒരു ക്രിസ്ത്യാനി ആയ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തീയ മതം സ്വീകരിച്ച ഈ തലൈവ് എന്ന വ്യക്തി എന്തുകൊണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റിനെ അല്ലെങ്കിൽ ക്രിസ്മസിനെ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള ഈ സാധന സാമഗ്രികളെ വിൽക്കുന്നവരെയും അത് വാങ്ങാൻ വരുന്നവരെയും ഒരുപോലെ ഉപദ്രവിച്ചത്? ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് യെരുശലേം ദേവാലയത്തിൽ പൊൻവാണിഭക്കാരെയും പിന്നെ പ്രാവിനെ വിൽക്കുന്നവരെയും യേശുക്രിസ്തു ഒരുപോലെ ആക്രമിക്കുകയും അതുപോലെ വാങ്ങാൻ വരുന്നവരെയും വിരട്ടി വിടുകയും ചെയ്ത ഒരു സംഭവം ബൈബിളിൽ 3 സുവിശേഷ പുസ്തകങ്ങൾ ഒരുപോലെ എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 13 വരെയും, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 17 വരെയും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 45-46 വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിൽ കടന്നു വന്ന യേശു അവിടെ പൊന്നു വിൽക്കുന്ന കച്ചവടക്കാരെയും പ്രാവ് വിൽക്കുന്ന കച്ചവടക്കാരെയും അതുപോലെ അത് വാങ്ങാൻ വന്ന ആൾക്കാരെയും ഒരുപോലെ വിരട്ടി ഓടിക്കുകയും അവർക്കോട് ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒരുപോലെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ആ വചനം എടുത്ത് വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 21-ാം അധ്യായം 12-13. യേശു ദേവാലയത്തിൽ ചെന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും,
എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ പറയുന്നു. അതേസമയം മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അതേപോലെ തന്നെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നു പറഞ്ഞു. അടുത്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 45-46 വാക്യങ്ങൾ. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരു എന്ന് അവരോട് പറഞ്ഞു എന്ന് 3 വാക്യങ്ങളിൽ ഒരുപോലെ പറഞ്ഞു. യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ കടന്നു നിന്നപ്പോൾ അവിടെ പൊന്ന് വിൽക്കുന്നവരെയും പ്രാക്കളെ വിൽക്കുന്ന ആൾക്കാരെയും അത് വാങ്ങാൻ വരുന്ന ആൾക്കാരെയും 3 ടീമുകളെയും കണ്ടു. ഇത് കണ്ട് പ്രാക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ വിൽപ്പന സാധനങ്ങളെയും അതേസമയം പൊന്ന് വിൽക്കുന്ന ആൾക്കാരുടെ മേശകളെയും പിന്നെ ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരെ എല്ലാം വിരട്ടി ഓടിച്ച് അവിടെ അതിനകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പൊന്ന് എന്നുള്ളത് പൊൻനാണയമാണ്. പ്രാക്കളെ എന്നുള്ളത് യാഗം കഴിപ്പിക്കാനുള്ള പ്രാവുകളെയാണ്. ദേവാലയത്തിനുള്ളിൽ പുരോഹിതന്മാർ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിനുവേണ്ടി വിൽക്കപ്പെടുന്ന പ്രാവുകളെയാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് വാങ്ങാൻ അനേകം പേരും വന്നു. ഈ വരുന്നവർ എന്നുള്ളത് സ്വയം പാപം ചെയ്തവരാണ്. ആ പാപം ചെയ്തവർക്ക് പാപം മോചിക്കുവാനുള്ള ഒരേ ഒരു മാർഗമാണ് ന്യായപ്രമാണത്തിലെ കൽപ്പന, യാഗം ചെയ്യുക. ഒരു പ്രാവിനെ പുരോഹിതന് കൊടുക്കുകയും പുരോഹിതന് അതിനുള്ള പ്രതിഫലമായി പൊന്നും കൊടുത്ത ശേഷം ആ യാഗം പുരോഹിതൻ ചെയ്തു തരും. അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ പാപം മോചിക്കപ്പെട്ട് വിശുദ്ധനായി എന്ന് സ്വയം തോന്നുകയും ചെയ്യും. കപടവിശ്വാസികളായ പരീശന്മാരും ശാസ്ത്രിമാരും ജനങ്ങളെ പഠിപ്പിച്ച തെറ്റായ വാർത്തകളാണ്. എന്നാൽ അതിനു മുമ്പേ സ്നാപയോഹന്നാൻ എന്ന പ്രവാചകൻ, ന്യായപ്രമാണത്തിലെ അവസാനത്തെ പ്രവാചകൻ വന്ന് ന്യായപ്രമാണത്തിലെ അവസാനത്തെ കൽപ്പന കൊടുത്തു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം എന്നുള്ളത് പാപങ്ങളെക്കുറിച്ചുള്ള മാനസാന്തരമാണ്. നിങ്ങൾ പാപങ്ങൾ എന്തെന്ന് അറിയുക. ദുരുപദേശങ്ങളാണ് പാപങ്ങൾ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുന്ന പ്രവൃത്തികളെയാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കാതിരിക്കുവാൻ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദുരുപദേശങ്ങളെ വെടിഞ്ഞു. ദുരുപദേശങ്ങൾ അനുസരിക്കുന്നവരെയാണ് സർപ്പ സന്തതികൾ എന്ന് പറയുന്നത്. പണ്ട് ആദാമിൻ്റെയും ഹവ്വയുടെയും കാലത്ത് ഹവ്വയെ കബളിപ്പിച്ച പാമ്പിൻ്റെ കൗശലം, ആ പാമ്പിൻ്റെ കൗശലത്തെ പിന്തുടരുന്ന ആൾക്കാരെയാണ് സർപ്പ സന്തതികൾ എന്ന് പറയുന്നത്. ആ സർപ്പ സന്തതികളാണ് ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ. അപ്പോൾ അവരുടെ ആ പ്രവൃത്തികളെ, ആ കപടവിശ്വാസ പ്രവൃത്തികളെ, ദുരുപദേശ പ്രവൃത്തികളെ, സാത്താൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് നിങ്ങൾ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുക. എന്നാൽ നിങ്ങൾ വിശുദ്ധനാകും എന്ന് ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ ലോകത്തോട്, ആ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളോട്, 12 ഗോത്രങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് അനേകം പേർ തങ്ങളെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് പാപമോചനം നേടി. അപ്പോൾ അവിടെ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ യാഗങ്ങളെ അവസാനിപ്പിക്കുകയാണ്. പാപമോചനത്തിലുള്ള യഥാർത്ഥ മാർഗം പാപങ്ങൾ എന്നും തിരിച്ചറിഞ്ഞ് ആ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ പാപം മോചിക്കപ്പെടുകയുള്ളൂ, ഒരു മനുഷ്യൻ വിശുദ്ധനായി മാറുകയുള്ളൂ എന്നുള്ള കൽപ്പന യോഹന്നാൻ അവിടെ ചെയ്തു. അതനുസരിക്കാതെ യെരൂശലേം ദേവാലയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന കപടവിശ്വാസികളായ ശാസ്ത്രിമാരും പരീശന്മാരും കള്ള പുരോഹിതന്മാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും ജനങ്ങളെ പറയുക, നിങ്ങൾ പുരോഹിതന് പൊന്നു കൊടുത്തും പ്രാക്കളെ യാഗം ചെയ്തും നിങ്ങൾ പാപമോചനം നേടുക, വിശുദ്ധനാവുക എന്ന് പറയുകയാണ്. ആ ഒരു പ്രവൃത്തിയാണ് യേശുക്രിസ്തു അവിടെ ഈ യാഗവസ്തുക്കൾ വിൽക്കുന്നവരെയും
യാഗത്തിന് യാഗം ചെയ്യേണ്ട പുരോഹിതനൊടുക്കേണ്ട കൈക്കൂലിയായ പൊന്നിനെയും തട്ടിയെറിഞ്ഞ് അത് സ്വീകരിക്കാനും വന്ന അത് വാങ്ങാനും വന്ന ജനങ്ങളെ വിരട്ടി ഓടിക്കുകയും ചെയ്തിട്ട് അവരോട് പറയുന്ന കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണെന്നുള്ളത് ന്യായപ്രമാണ കൽപ്പനയാണ്. ദൈവം ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറഞ്ഞ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം. ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് മനുഷ്യനാണ്. ദൈവത്തിന് ഭൂമിയിൽ വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ ജനത്തോട് പ്രസംഗിച്ചത്. അത് ഭൂമിയിലെങ്ങും കുടിയിരിക്കുവാൻ ദൈവം മനുഷ്യരെ ഉണ്ടാക്കി എന്നാണ് അവിടെ അപ്പോസ്തലന്മാർ ലോകത്തോട് പ്രസംഗിച്ചത്. ഭൂമിയിൽ മനുഷ്യന് വസിക്കുവാൻ, ദൈവത്തിൻ്റെ ആലയമാകുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ ആലയം മനുഷ്യൻ എങ്ങനെയാകും? ദൈവവചനം പ്രമാണിക്കുന്ന വിശുദ്ധനായാൽ ദൈവം അവിടെ വസിക്കും എന്നാണ് യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതായത് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ദൈവം നിങ്ങളിൽ പ്രസാദിച്ച് ദൈവം തൻ്റെ ആത്മാവിനെ വസിക്കുവാൻ നിങ്ങളെ ശരീരത്തെ തിരഞ്ഞെടുക്കും. അതായത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. സ്നാനം സ്വീകരിച്ച് വിശുദ്ധനായ ശേഷം യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമസഭയിൽ അംഗമായ ശേഷം യേശുക്രിസ്തുവിൻ്റെ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ എന്ന് യേശുക്രിസ്തു ഒരു കൽപ്പന കൊടുത്തു, പ്രമാണം കൊടുത്തു, ചട്ടം കൊടുത്തു, പ്രവചനം കൊടുത്തു. ആ പ്രവചനം നിവൃത്തിയാവുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ട് ഒരാളിൽ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു. ആ ആലയം എപ്പോഴും പ്രാർത്ഥനാലയം ആയിരിക്കും. ദൈവത്തോട് എപ്പോഴും ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറും. സ്വന്തം ആവശ്യങ്ങളും മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവൻ ആകും എന്നാണ് പറയുന്നത്. ലാസർ മരിച്ച് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു മാർത്തയെയും മറിയയെയും കാണാൻ വരുമ്പോൾ ലാസറിന്റെ സഹോദരി യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം നിനക്കത് തരും എന്ന് പറയുന്നുണ്ട്. യേശു അതിന് ആ ഒരു ഉപദേശത്തോട് യേശു എതിർ പറഞ്ഞില്ല. ശരി തന്നെയാണ്, നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ദൈവത്തോട് എന്ത് പറഞ്ഞാലും ദൈവം എനിക്ക് തരും. അതുകൊണ്ടാണ് 4 നാൾ കഴിഞ്ഞിട്ടും നാറ്റം വമിച്ചിട്ടും ലാസറിൻ്റെ കല്ലറയിൽ നിന്നും ലാസറിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ദൈവത്തോട് യാചിച്ച് യേശുക്രിസ്തു നേടിയ അത്ഭുതമാണ്. ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും ലഭിക്കുന്ന ഒരു പ്രാർത്ഥനാലയമായി മാറുകേണ്ടതാണ് ഒരു മനുഷ്യൻ. എന്നാൽ അടുത്ത പറയുന്നു, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, കള്ളന്മാർ എന്ന് പറഞ്ഞാൽ കപട വിശ്വാസികൾ, ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ, ദൈവവചനം അനുസരിക്കാതിരിക്കുവാൻ ദുരുപദേശം അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരെയാണ് കള്ളന്മാർ എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിനെ ആ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. കള്ളന്മാർക്ക് താമസിക്കുവാൻ ഉള്ള ആളായി നിങ്ങൾ മാറിയിരിക്കുന്നു. ദുരുപദേശത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു കഴുതയായി, ഒരു കോവർ കഴുതയായി, ബുദ്ധിയില്ലാത്ത കോവർ കഴുതകളായി നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു എന്നാണ് അവിടെ യേശുക്രിസ്തു പൊൻവാണിഭക്കാരോടും പ്രാക്കളെ വിൽക്കുന്നവരോടും അത് രണ്ടും വാങ്ങാൻ വന്ന ആൾക്കാരോടും യേശുക്രിസ്തു പറഞ്ഞ 3 പേരോടും കൂടിയാണ് യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഇതേ ആശയം തന്നെയാണ് ഈ ജർമ്മനിയിലുണ്ടായ ഈ ഭീകരാക്രമണം. കാർ ഇടിച്ചു കയറ്റി 4 പേരെ കൊല്ലുകയും 50 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും 150 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ദാരുണമായ സംഭവം. ഇവിടെ എന്തിന് ഈ വ്യക്തി ഈ പാതകം ചെയ്തു? അദ്ദേഹം ചെയ്ത പാതകത്തിന് കാരണം ക്രിസ്മസ് ആണോ അതോ ക്രിസ്മസ് മാർക്കറ്റാണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്രിസ്മസ് എന്നുള്ളത് ദൈവവചന കൽപ്പനയാണോ? ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഏതെങ്കിലും ഭാഗത്ത് ക്രിസ്മസ് ആഘോഷിക്കണമെന്നോ അല്ലെങ്കിൽ
ഡിസംബർ 25 യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണെന്നോ അല്ലെങ്കിൽ ആ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്നോ ക്രിസ്മസ് ആഘോഷവേളയിൽ വീടുകളിലെ ചുറ്റുകളിൽ നക്ഷത്രം കെട്ടി തൂക്കിയിടാനോ പുൽക്കൂട് ഉണ്ടാക്കുവാനോ പുൽക്കൂടിൽ പ്രതിമകളെ ഉണ്ടാക്കി വയ്ക്കുവാനോ ചെണ്ട കൊട്ടി കരോൾ നടത്തുവാനോ അല്ലെങ്കിൽ സാന്താക്ലോസ് എന്നുള്ള വിചിത്ര ജീവിയെ സൃഷ്ടിക്കുവാനോ നിങ്ങളോട് കൽപ്പനയുണ്ടോ? ഇപ്പൊ ദൈവവചനത്തിൽ ദൈവം കൽപ്പിക്കുന്നത് ചെയ്യാതിരിക്കുന്നതും കൽപ്പിക്കാതെ ചെയ്യുന്നതും ഒരുപോലെ പാപം തന്നെയാണ്. അപ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്താത്ത ഈ ഒരു ആചാര അനുഷ്ഠാനം ദുരുപദേശമാണ്, ദുരാചാരമാണ്, അത് പാപമാണ്. ഈ പ്രിയ സഹോദരനെ പ്രേരിപ്പിച്ച ഘടകം യേശുക്രിസ്തു ചെയ്ത ദേവാലയത്തിൽ സ്വർണം വിൽക്കുന്നവരെയും പ്രാക്കളെ വിൽക്കുന്നവരെയും അത് വാങ്ങാൻ വരുന്നവർക്ക് നേരെ ചെയ്ത ആക്രമണമാണോ ഈ ജർമ്മനിയിലെ ഈ തീവ്രവാദിയായ മനുഷ്യൻ ശരിയായ ക്രിസ്തീയ വിശ്വാസിയാണോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുക, ക്രിസ്മസ് എന്നുള്ളത് വചനവിരുദ്ധമായ, ദൈവത്തിന് വിരുദ്ധമായ, ക്രിസ്തുവിന് എതിരായ ഒരു ചടങ്ങാണ്. ക്രിസ്തു ഒരിക്കലും തൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്നോ അത് ഇങ്ങനെ രീതിയിൽ ആഘോഷിക്കണമെന്നോ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല, ദൈവം പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ ആരും പ്രവചിച്ചിട്ടില്ല. നിങ്ങളെ ഈ ചടങ്ങ് ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മനുഷ്യരെന്നാണ്. ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്ന മനുഷ്യരെന്നാണ്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സ്വയം അവകാശപ്പെടുന്നവർ ഏത് സഭയായാലും, ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശത്തുള്ള ഏത് സഭയായാലും ഒന്നിലും ക്രിസ്തു പറഞ്ഞ വചനങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അപ്പൊ ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ സ്വയം ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുകയും ക്രിസ്തു പറയാത്ത ഒരു ആചാര അനുഷ്ഠാന ചടങ്ങായ വചനവിരുദ്ധമായ ദുരുപദേശപരമായ ദുരാചാരമായ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിന്? ഈ മനുഷ്യൻ കാണിച്ച പ്രവൃത്തി നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ലേ? നിങ്ങൾക്ക് മാനസാന്തരപ്പെടണ്ടേ? എന്തിന് ദൈവത്തിൻ്റെ വചനങ്ങൾക്കെതിരായി നിങ്ങളിങ്ങനെ ശക്തമായി പോരാടുന്നു? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ജർമ്മനിയിൽ നടന്ന ഈ ഭീകരാക്രമണം ക്രിസ്മസിന് മാത്രം എതിരാണ്. എൻ്റെ ഈ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.